إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي نبينا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أحبتي في الله أوصيكم بما وصى الله به الأولين والآخرين وقال تعالى ولقد وصينا الذين أوتوا الكتاب من قبلكم وإياكم أن اتقوا الله واتقوا الله في السر والعلانية. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഈ ഐഹിക ജീവിതത്തിൽ ദുനിയാവിൽ നാം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നമ്മുടെ മരണാനന്തര ജീവിതത്തിൽ കൃത്യമായ പ്രതിഫലം ലഭിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ് നാം. ഈ ഭൂമി ലോകത്ത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്ന് ശറഈയായ ദീനിന്റെ ഇൽമുകൾ നേടുക എന്നതാണ്. മരണശേഷവും നമ്മുടെ ഖബറിലേക്കും നമ്മുടെ പാരത്രിക ജീവിതത്തിലും ഏറെ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നതായ ഇൽമുകൾ നമ്മുടെ ജീവിതത്തിൽ ആയുസ്സിൽ നാം നേടിയെടുക്കണമെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി, ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് മരണപ്പെട്ടു പോകുമ്പോൾ മൂന്ന് കാര്യങ്ങളല്ലാത്തതെല്ലാം അവനിൽ നിന്ന് മുറിഞ്ഞു പോവുകയാണ്. ഒന്ന് സ്വദഖത്തുൻ ജാരിയ, അവനിവിടെ ജീവിതകാലത്ത് നൽകിയ നിലനിൽക്കുന്നതായ ദാനധർമ്മങ്ങൾ, തന്റെ സ്വത്തിൽ നിന്ന് അശരണരായ, നിരാലംബരായ, അവകാശികളായ, പാവങ്ങളായ ആളുകൾക്ക് അവൻ നൽകിയ സക്കാത്തും സ്വദഖയുമെല്ലാം അവന് നാളെ പ്രയോജനം ചെയ്യും. മറ്റൊന്ന് പറഞ്ഞത് ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, പ്രയോജനപ്പെടുന്ന ബെനിഫിഷ്യൽ നോളജ്, ഉപകാരപ്രദമായ അൽ ഇൽമുൻ നാഫിഅ, ആ ഒരു ഇൽമ് താൻ ഇവിടുന്ന് നേടിയെടുത്തിട്ടുണ്ടോ എങ്കിൽ അത് മരണശേഷം അവന്റെ ഖബറിലും പരലോകത്തും അവന് പ്രയോജനം ചെയ്യും. മറ്റൊന്ന് ഔവലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനങ്ങൾ, മക്കൾ എന്നതാണ്. സഹോദരങ്ങളെ, ഇവിടെ ഇൽമുൻ നാഫിഅ, പ്രയോജനപ്രദമായ വിജ്ഞാനം, ബെനിഫിഷ്യൽ നോളജ്, അതെന്താണ്? നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി നാം അറിഞ്ഞിരിക്കേണ്ട, നമ്മെ സൃഷ്ടിച്ച പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുൽ ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവ്, അതിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളെ കുറിച്ച്, കർമ്മങ്ങളെ കുറിച്ച്, വിധികളെ കുറിച്ച്, ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളും നാം അറിയേണ്ടതായുണ്ട്, പഠിക്കേണ്ടതായുണ്ട്. ആ ഇൽമ് വർദ്ധിപ്പിച്ചു തരാനാണ് വിശുദ്ധ ഖുർആനിൽ ഒരു കാര്യം കൂടുതലാക്കി തരണേ, സിയാദത്ത് നൽകണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച ഒരേ ഒരു കാര്യം, വഖുർ റബ്ബി സിദ്നി ഇൽമ,
റബ്ബേ എനിക്ക് ഇൽമിനെ നീ വർദ്ധിപ്പിച്ചു തരണേ, ദീനിന്റെ ഇൽമി നീ വർദ്ധിപ്പിച്ചു തരണേ. സന്താനങ്ങളെയോ മക്കളെയോ കുടുംബത്തിൽ സാമ്പത്തികമായ കാര്യങ്ങളെയോ ഭൗതികമായ സൗകര്യങ്ങളെയോ വർദ്ധിപ്പിക്കാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ടത്, മറിച്ച് റബ്ബി സിദ്നി ഇൽമ, ഇൽമിനെ, അറിവിനെ, നോളജ് എനിക്ക് നീ വർദ്ധിപ്പിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ടു. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ദിവസവും ഫജ്ർ നമസ്കാരം കഴിഞ്ഞാൽ ഉമ്മു സലമ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഇദാ സല്ല സുബ്ഹ്, ഫജ്ർ നമസ്കരിച്ചാൽ, സുബഹി നമസ്കരിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ട്, പറയാറുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. നോക്കൂ സഹോദരങ്ങളെ, അർത്ഥവത്തായ പ്രാർത്ഥന. ഒരു വിശ്വാസിയുടെ പ്രഭാതം ആരംഭിക്കുമ്പോൾ സുബഹി നമസ്കാരം നിർവഹിച്ച് അവൻ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത്, റബ്ബേ എനിക്ക് നാഫിആയ ഇൽമിനെ തരണേ, ബെനിഫിഷ്യൽ നോളജ്, ഉപകാരപ്പെടുന്ന വിജ്ഞാനം എനിക്ക് നീ നൽകണേ, വറിസ്ഖൻ ത്വയ്യിബ, വിശിഷ്ടമായ നല്ല ഉപജീവനം എനിക്ക് നൽകണേ, വഅമലൻ മുതഖബ്ബല, നീ സ്വീകരിക്കുന്നതായ കർമ്മങ്ങൾ എന്നിൽ നിന്ന് നീ ഉണ്ടാക്കണേ. നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലേക്കും വെളിച്ചം വീശുന്നതായ കാര്യങ്ങളാണ്. ഒന്നാമതായി ഉണ്ടാവേണ്ടത് ഇൽമാണ്, അറിവാണ്. ഏത് വിഷയത്തെക്കുറിച്ചുമുള്ള അറിവിന് ശേഷമാണ് നമുക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാനും പറയാനുമുള്ളത്. അതുകൊണ്ടാണ് ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹം ഒരു ബാബിന്, ഒരു അധ്യായത്തിന്, ഒരു ചാപ്റ്ററിന് പേര് തന്നെ നൽകിയത് ബാബുൽ ഇൽമി ഖബ്ലൽ ഖൗലി വൽ അമൽ. ആദ്യമായി ഇൽമാണ് വേണ്ടത്, നോളജ് വേണം. ഒരു കാര്യം പറയുന്നതിന് മുമ്പ്, ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അക്കാര്യത്തെക്കുറിച്ചുള്ള കൃത്യമായ ഇൽമ്. ഇൽമ് എന്ന് പറഞ്ഞാൽ ഒരു ധാരണ മാത്രമല്ല, എന്തെങ്കിലും ഒരു ശക്ക് അല്ലെങ്കിൽ ഒരു തന്നെ ഒരു ഗസ്സാക്കിയത് അല്ല, മറിച്ച് ഇദ്റാഖു ശൈഇ അലാ മാ ഹുവ അലൈഹി ഇദ്റാഖൻ ജാസിമ. ഒരു കാര്യം എങ്ങനെയാണ് ഉള്ളത്, അക്കാര്യത്തെക്കുറിച്ച് കൃത്യമായ രൂപത്തിലുള്ള അറിവ് അത് നമുക്കുണ്ടാവണം. റബ്ബിനെ കുറിച്ച് അറിയണം, ദീനിനെ കുറിച്ച് അറിയണം, ദീനിന്റെ വിധിവിലക്കുകളെ കുറിച്ചൊക്കെ നാം അറിയണം എന്നതാണ് സഹോദരങ്ങളെ. മാത്രമല്ല ജീവിതത്തിൽ ഹലാല് ഹറാമുകളെ കുറിച്ച് അറിയണം. ത്വയ്യിബായ റിസ്ക് വേണമെങ്കിൽ ഏത് ബിസിനസ്സാണ് ഹറാമായത്, ഏത് നമുക്ക് അനുവദനീയമല്ല, ഏതാണ് നമുക്ക് ഹലാലായത്, ഇതിനെക്കുറിച്ചുള്ള ഇൽമ ആദ്യം വേണം. കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കാൻ ഏതെല്ലാം കർമ്മങ്ങൾ അള്ളാഹു കബൂലാക്കുന്നത്, അതെങ്ങനെ ചെയ്യണം, അതിൽ ചൊല്ലേണ്ടത് എന്താ, പറയേണ്ടത് എന്താ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഇൽമ സഹോദരങ്ങളെ അടിസ്ഥാനപരമായി ഒന്നാമതായി വേണ്ടത് അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇമാമു സുന്ന അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹിമഹുല്ല അദ്ദേഹം ഉണർത്തിയത്, അന്നാസു ഇലൽ ഇൽമി അഹ്വജു മിൻഹും ഇല ത്വആമി വശറാബ്. മനുഷ്യന്മാർക്ക് ഭക്ഷണപാനീയങ്ങളെക്കാൾ അവർക്ക് അത്യാവശ്യമായി വേണ്ടത് ഇൽമിനെയാണ്. കാരണം ലഅന്ന الرجل يحتاج الى الطعام والشراب في اليوم مرة او مرتين. ഒരു മനുഷ്യന് ഒരു ദിവസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരുപക്ഷെ ഭക്ഷണം മതിയാവും. എന്നാൽ വഹാജതുഹു ഇലൽ ഇൽമി ബിഅദദിൽ അൻഫാസ്, എന്നാൽ ഇൽമ് അവന്റെ ഓരോ നെടുനിശ്വാസത്തിലും ഓരോ ബ്രീത്ത് എടുക്കുമ്പോഴും അവന് ഇൽമ് ആവശ്യമാണ്. അത്രത്തോളം ജീവിതത്തിന്റെ മുന്നോട്ടുള്ള വഴി സഹോദരങ്ങളെ ഇൽമിൽ, അറിവിൽ അധിഷ്ഠിതമായിരിക്കണമെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചു. മാത്രമല്ല നമ്മളൊക്കെ സഹോദരങ്ങളെ ദുനിയാവിലേക്ക് വന്നത് ഒന്നും അറിയാത്തവരായിക്കൊണ്ടാണ്. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നത് ഒന്നും അറിയാത്തവരാണ്, യാതൊരു ഇൽമുമില്ലാത്തവരായിക്കൊണ്ടാണ്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീടാണ് നിങ്ങൾക്ക് വല്ലാഹു ജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ലഅല്ലക്കും തഷ്കുറൂൻ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. നിങ്ങൾക്ക് കണ്ടുപഠിക്കാൻ ദൃഷ്ടികൾ നൽകി, കേട്ടുപഠിക്കാൻ കാതുകൾ നൽകി, ചിന്തിക്കാൻ ആലോചിക്കാൻ നിങ്ങൾക്ക് ഹൃദയങ്ങൾ നൽകി, നിങ്ങൾ നന്ദി കാണിക്കുവാൻ വേണ്ടി. നോക്കൂ സഹോദരങ്ങളെ, ഇസ്ലാം പഠിപ്പിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി വഹി അവതരിച്ചത് തന്നെ എന്തിനെ കുറിച്ചാണ്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നിന്നെ സൃഷ്ടിച്ച നിന്റെ റബ്ബിന്റെ നാമത്തിൽ നീ വായിക്കണം, പഠിക്കണമെന്നാണ്. അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച. നോക്കൂ സഹോദരങ്ങളെ, അപ്പൊ എഴുത്തും വായനയിലൂടെയും മനുഷ്യനെ മനനത്തിലൂടെ, ചിന്തയിലൂടെ, പഠന രംഗത്ത് മനുഷ്യനാണ് ആ ഒരു കാര്യം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വലഖദ് കറംനാ ബനി ആദം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച വിഭാഗമാണ് മനുഷ്യൻ. പഠിക്കാനും അറിയുവാനുമുള്ള ത്വര അവനിൽ ഉണ്ടായിരിക്കണമെന്നാണ്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ സഹോദരങ്ങളെ, നമ്മൾ അധികം ആളുകളും എന്താ, യാതൊരു
ബെനിഫിറ്റും ഇല്ലാത്ത, യാതൊരു പ്രയോജനമില്ലാത്ത അറിവുകളാണ് നമുക്കുള്ളത്, അല്ലേ? ലോകത്തുള്ള പല കാര്യങ്ങളെ കുറിച്ചും നമുക്കറിയാം. പല കളിക്കാരെ കുറിച്ചും, പല ടീമുകളെ കുറിച്ചും, രാജ്യങ്ങളെ കുറിച്ചും, അന്താരാഷ്ട്ര വിഷയങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് നോളജ് ഉണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ദീനിന്റെ ശരഈയായ ഇൽമുകളെ കുറിച്ച് എത്രത്തോളം നമുക്കുണ്ട്, അത് നമ്മൾ ആലോചിക്കണം. നമ്മുടെ ബുദ്ധി, നമ്മുടെ ചിന്ത, നമ്മുടെ കണ്ണ്, കാത്, സഹോദരങ്ങളെ എന്ത് കേൾക്കാനാണ്, പഠിക്കാനാണ്, അറിയാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം നമുക്ക് നൽകിയത്. നിങ്ങൾക്കൊരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. മാതാവിന്റെ ഗർഭപാത്രത്തിലാവുന്നതിനു മുമ്പുള്ള ഒരു സമയം ആലോചിച്ച് നോക്കൂ. നമ്മളൊന്നുമല്ലായിരുന്നു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് കാഴ്ച നൽകി, കേൾവി നൽകി, ചിന്തിക്കാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഹൃദയം നൽകി എന്നത്. സഹോദരങ്ങൾ, അത് ഉപയോഗപ്പെടുത്തണം. അത് ഉപയോഗപ്പെടുത്താത്ത, അത് യൂസ് ചെയ്യാത്ത ആൾക്കാർ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ഇൻസി വൽ ജിന്നി മിനൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യന്മാരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ഒരുപാട് ആളുകളെ നാം സൃഷ്ടിച്ചിട്ടുണ്ട്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയമുണ്ട്, അതുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുകളുണ്ട്, കാണേണ്ടത് അവർ കാണുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് കാതുകളുണ്ട്, അവർ കേൾക്കേണ്ടത് അവർ കേൾക്കുന്നില്ല. ഉലൈക കല്ലൻആം, അവർ നാൽക്കാലികളെ, ജാൻവറുകളെ പോലെയാണ് അവര്. ബൽഹും അദൽ, അതിനേക്കാളും അധപ്പതിച്ചവരാണ്. നാൽക്കാലികളെക്കാളും ആ മൃഗങ്ങളെക്കാളും അധപ്പതിച്ചവരാണ് ഈ മനുഷ്യർ. ചിന്തിക്കുന്നില്ല, പഠിക്കുന്നില്ല, ആലോചിക്കുന്നില്ല. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവൻ അശ്രദ്ധയിലാണ്. ഒരു അശ്രദ്ധമായ ജീവിതം, ഒരു ഗഫലത്തിലുള്ള ജീവിതം, തന്റെ സമയത്തെക്കുറിച്ച്, ആയുസിനെ കുറിച്ച് യാതൊരു ബോധ്യവും ബോധവുമില്ലാതെ അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നൊരവസ്ഥ. സഹോദരങ്ങളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് പാടില്ല. മുൻ സമുദായങ്ങൾ നശിപ്പിക്കപ്പെടാനുള്ള കാരണമായി പറഞ്ഞത് വമിൻഹും ഉമ്മിയൂന ലാ യഅലമൂനൽ കിതാബ ഇല്ലാ അമാനി, മുമ്പുള്ള ആൾക്കാര് നിരക്ഷരരായിരുന്നു. അവർ കിതാബിനെ കുറിച്ച് പഠിച്ചില്ല. അവർക്ക് നൽകിയ വേദഗ്രന്ഥത്തെ കുറിച്ച് അവർക്ക് വ്യാമോഹങ്ങൾ മാത്രമായിരുന്നു. ദീനിനെ കുറിച്ച് ഒരു ഗസ്, അവരുടെ ധാരണ. അങ്ങനെയുള്ള ഒരു ധാരണയിലൂടെയല്ല ഒരു മുസ്ലിം ജീവിക്കുന്നത്. മറിച്ച് താൻ വിശ്വസിക്കുന്ന കാര്യം അത് ഹക്കാണ്. സ്വർഗം ഹക്കാണ്. അൽ ജന്നത്തു ഹക്ക് വന്നാറു ഹക്ക് വൽ ഹിസാബു ഹക്ക്. മരണം സത്യമാണോ സഹോദരങ്ങളെ? സ്വർഗം സത്യമാണ്, ഹിസാബ് സത്യമാണ്. നാളെ നരകവും സ്വർഗവും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നതാണ്. വജീഅ യൗമഇദിൻ ബിജഹന്നം, നരകത്തെ കൊണ്ടുവരുന്നതാണ്. വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ്, അതിവിദൂരമല്ലാതെ അടുത്ത വിശ്വാസികൾക്ക് സ്വർഗം കൊണ്ടുവരും. ഈ ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചു. അത് അറിയണം, അത് പഠിക്കണം. അതെവിടെ പറഞ്ഞത്? വിശുദ്ധ ഖുർആനിൽ എന്തൊക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ സഹോദരങ്ങളെ അറിയുകയും പഠിക്കുകയും വേണം. അതല്ലാതെ مثل الذين حملوا التوراة ثم لم يحملوها كمثل الحمار يحمل أسفارا, സൂറത്തുൽ ജുമുഅയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാ. ബനൂ ഇസ്രായേൽ മുമ്പ് കഴിഞ്ഞു പോയ ഈസാ നബിയുടെ, മൂസാ നബിയുടെ ഒക്കെ ജനതയെ സംബന്ധിച്ച് തൗറാത്ത് വഹിച്ച ആളുകള്, അവരിങ്ങനെ അതുകൊണ്ട് നടന്നു, തൗറാത്തിന്റെ ഏടുകൾ കൊണ്ട്. പക്ഷേ അവർക്കതിനുള്ളത് എന്താണ് എന്ന് അവർക്ക് അറിയില്ലായിരുന്നു. വിശുദ്ധ ഖുർആൻ അവരെ ഉപമിച്ചത് ഒരു ഡോങ്കിയോട്, ഒരു കഴുതയോടാണ്. ഹിമാർ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെ പോലെ. അതിലുള്ളത് എന്താണെന്ന് അവർ അറിഞ്ഞില്ല, പഠിച്ചില്ല. സഹോദരങ്ങളെ, ഈ ലോകത്തിന്, ജീവിതത്തിന് വെളിച്ചം വീശുന്ന എത്രയോ നന്മകളാണ് നമ്മുടെ കയ്യിലുള്ള വിശുദ്ധ വേദഗ്രന്ഥത്തിലുള്ളത്. നമ്മൾ എത്ര സൂറത്തിന്റെ അർത്ഥം പഠിച്ചു, എത്ര ആയത്തുകൾ നമുക്ക് അതിനെ കുറിച്ച് അറിയാം. വിശുദ്ധ ഖുർആനിൽ എന്തെല്ലാം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്ക് ദിവസത്തിൽ 24 മണിക്കൂർ എത്ര സമയം നമ്മൾ ഖുർആൻ ഓതാനും അത് പഠിക്കാനും അറിയാനും വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഈമാനിന്റെ വെളിച്ചം ലഭിക്കാത്ത, ഇസ്ലാമിന്റെ വെളിച്ചം ലഭിച്ചിട്ടില്ലാത്ത ആളുകൾ പോലും ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്നു. വിശുദ്ധ ഖുർആനിൽ വന്ന ശാസ്ത്രീയമായ കാര്യങ്ങളെക്കുറിച്ച്, മനുഷ്യന്റെ സെറ്റിപ്പിനെ കുറിച്ച്, ആകാശഭൂമികളെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് ആളുകള് മനനം ചെയ്ത് ചിന്തിച്ചാലോചിച്ച് പഠിക്കുകയാണ്. ശാസ്ത്രം യാതൊരു നിലക്കും വളർന്നിട്ടില്ലാത്ത കാലത്ത് 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ഓതിക്കൊടുത്തു. അപ്പൊ സഹോദരങ്ങളെ, ഇത് നമുക്ക് പഠിക്കാനുള്ളതാണ്. കഴുതകൾ ഗ്രന്ഥം ചുമക്കുന്ന പോലെയല്ല, ഒരവസ്ഥയല്ല വിശ്വാസികളെ നമുക്ക് ഉണ്ടാവേണ്ടത്. അള്ളാഹുവിന്റെ ആയത്തുകളെ കളവാക്കിയ ആളുകൾ എത്ര മോശമാണ്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അങ്ങനെ അക്രമികളായ ആളുകൾ അള്ളാഹു ഹിദായത്തിലാക്കുകയില്ല. നമ്മുടെ ഇസ്ലാമും നമ്മുടെ ഈമാനും നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഗൈഡായി നൽകിയ ആ ഗ്രന്ഥത്തെ കുറിച്ച് നമുക്ക് അറിയണം.
അതിലെന്താ പറയുന്നത്, അതിലെന്താണ് നമുക്ക് ഗൈഡൻസ് നൽകുന്നത്? നമ്മളെ സൃഷ്ടിച്ച റബ്ബാണ് ഇത് പറയുന്നത്. ഒരു മൊബൈൽ ഉണ്ടാക്കിയ ആ കമ്പനിക്കാണ് അതെങ്ങനെ, അതിന്റെ മാനുഫാക്ചറിങ്, അത് ഉണ്ടാക്കിയ ആളുകൾക്കാണ് അതെങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് പറയാനുള്ള അവകാശമുള്ളത്. അതേപോലെ മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബാണ് പറയുന്നത് നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന്. സഹോദരങ്ങൾ, അതാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞ് നിന്നെ സൃഷ്ടിച്ച നിന്റെ റബ്ബിന്റെ നാമത്തിൽ നീ വായിക്കണം. ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യനെ ഭ്രൂണത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. ഇഖ്റ വറബ്ബുക്കല്ലദീ അക്രം, മാന്യനായ നിന്റെ റബ്ബിന്റെ നാമത്തിൽ നീ വായിക്കണം. അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം, മനുഷ്യൻ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. മനുഷ്യൻ എവിടെ എത്തി? ഭൗതികമായി കൊണ്ട് എല്ലാ രംഗത്തും മനുഷ്യൻ എത്തിയിട്ടുണ്ട്. പക്ഷേ അവനവന്റെ റബ്ബിനെ തിരിച്ചറിയാൻ മാത്രം സാധിക്കുന്നില്ല. അവന്റെ മനുഷ്യത്വം, ഇൻസാനിയത്ത് നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൽമ് നമ്മുടെ കൽബിലേക്ക് ഇറങ്ങണം, ഹൃദയത്തിലേക്ക് ഇറങ്ങണം. ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെട്ട് അത് വിശ്വസിച്ച് അത് ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക്. അതാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമൻ യഹ്ദറുൽ ആഖിറ വയർജു റഹ്മത റബ്ബി ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. അതെ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുവാൻ അവരുടെ മനസ്സിനെ പാകപ്പെടുത്തിയത്, സുജൂദിലും രാത്രി നിന്നുകൊണ്ടും അവർ നമസ്കരിക്കാൻ അവർ റബ്ബിനെ പേടിക്കുന്നു, റബ്ബിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുന്നു, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് അവരത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, ഖുൽ നബിയെ പറയുക, ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാണോ, സെയിമാണോ? ആൾക്കാർക്ക് അറിവിന്റെ കുറവില്ല, ബുദ്ധിയുടെ കുറവില്ല. പക്ഷേ അവൻ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നിന്ന് തന്റെ ആയുസ്സിനെ യാതൊരു ബെനിഫിറ്റും ഇല്ലാത്ത കാര്യത്തിന് വേണ്ടി ഉറക്കമൊഴിച്ച് അവൻ കളിയും തമാശയുമായി കഴിച്ചുകൂട്ടാൻ അവന് യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ ഒരു 2 റക്അത്ത് തന്നെ സൃഷ്ടിച്ച റബ്ബിന് വേണ്ടി, തന്റെ പരലോകത്തിന് വേണ്ടി, തന്റെ ഖബറിലേക്ക് വേണ്ടി ഒരു 2 സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ, ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ റബ്ബിനോട് ഏറ്റുപറയാൻ അവന്റെ മനസ്സ് അതിന് പാകപ്പെട്ടിട്ടില്ല. സഹോദരങ്ങളെ, ഇതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഉലൈക കൽഅൻആം, കന്നുകാലികളെ പോലും നാണിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് മനുഷ്യൻ അധപ്പതിച്ചു പോയിട്ടുള്ളത് എന്ന്. സഹോദരങ്ങളെ, അറിവ് നേടണം. നമ്മൾ എത്രയോ ആൾക്കാര് ഭൗതികമായ ഒരുപാട് ഇൽമുണ്ട്, ഒരുപാട് നോളജ് ഉണ്ട്, പല ഭാഷകൾ കൈകാര്യം ചെയ്യും, എല്ലാ വിഷയങ്ങളെ കുറിച്ചും അറിവുണ്ട്. പക്ഷേ സ്വന്തം ബാപ്പയുടെ മയ്യത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് എന്ത് പ്രാർത്ഥിക്കണമെന്നറിയാതെ അന്താളിച്ചു നിൽക്കുന്ന അവസ്ഥകൾ പലരും പറയുമ്പോ വളരെ വേദന തോന്നുന്നു. കാരണം എന്താ? അടിസ്ഥാനപരമായി അറിയേണ്ടത്, എന്റെ പിതാവിന്, എന്നെ നോക്കി വളർത്തിയ, എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട എന്റെ പിതാവിന് വേണ്ടി ഒന്ന് അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സി മദ്ഖലഹു എന്ന അർത്ഥമറിഞ്ഞുകൊണ്ട് മനസ്സിടറിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ എത്ര ആളുകൾക്ക് സാധിക്കും? ആരാ അത് പഠിച്ചത്? അത് പഠിപ്പിച്ചതാരാ? നമ്മുടെ മക്കൾക്കറിയോ? നമ്മൾ മരിച്ചാൽ നമ്മുടെ മക്കൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നവരായിട്ടുണ്ടോ? അതുകൊണ്ട് ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം, ഓരോ മുസ്ലിമിന്റെ മേലും നിർബന്ധമാണ് അറിവ് നേടുക, അറിവ് പഠിക്കുക എന്നുള്ളത്. അതിലൂടെയാണ് റബ്ബിനെ ഭയപ്പെടാൻ സാധിക്കുന്നത്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അറിവുള്ള ആളുകൾക്കാണ് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നത്. ഇന്ന ഫദ്ലൽ ആലിമി അലൽ ആബിദി കഫദ്ലിൽ ഖമരി ലൈലത്തുൽ ബദ്രി അലാ സായിരിൽ കവാകിബ്. ഇൽമുള്ള ആളുകളുടെ, അറിവ് നേടിയവരുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞത്, അവരുടെ ശ്രേഷ്ഠത ആകാശ ലോകത്ത് ചന്ദ്രൻ എത്ര ശ്രേഷ്ഠതയുണ്ട് മറ്റു നക്ഷത്രങ്ങളെക്കാൾ, അതുപോലെയാണ് ഇൽമുള്ള ആളുകൾ. അത് പഠിക്കാൻ വേണ്ടി ഇറങ്ങിയാൽ സഹോദരങ്ങളെ, അത് വലിയ മഹത്വമാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. അറിവ് നേടാൻ, ദീനിന്റെ ഇൽമ നേടാൻ വേണ്ടിയിട്ട്, ഒരു മസ്അല അറിയാൻ, ഒരു ആയത്ത് പഠിക്കാൻ, ജീവിതത്തിൽ ഇസ്ലാമിന്റെ ഇൽമ എന്ന് പറഞ്ഞാൽ വെറും നോളജ് അല്ല, പിന്നെയോ എന്തെങ്കിലും ഒന്ന് ജീവിതത്തിൽ ചെയ്യാൻ, അത് പഠിക്കാൻ, സ്വഭാവത്തിലോ വിശ്വാസത്തിലോ കർമ്മത്തിലോ എന്തിനെങ്കിലും പ്രേരിപ്പിക്കുന്നതാണ് വിശുദ്ധ ഇസ്ലാമിന്റെ ഇൽമ എന്ന് പറയാൻ. ആ ഇൽമ ആരെങ്കിലും തേടിക്കൊണ്ട് ഇറങ്ങിയാൽ സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. ഇന്നൽ ഉലമാ വറസത്തുൽ അംബിയാ, അറിവ് നേടിയ ആളുകൾ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. ലം യുവരിസു ദീനാറൻ വലാ ദിർഹമ, അവർ ദീനാറുകളോ ദിർഹമോമല്ല അനന്തരമായി എടുക്കുന്നത്. ഇന്നമാ വറസുൽ ഇൽമ, അവർ അറിവാണ്
അനന്തരമെടുക്കുന്നത് ഫമൻ അഖദഹു അഖദ ബിഹദ്ദിൻ വാഫിർ. അത് ആർക്ക് കിട്ടിയോ സഹോദരങ്ങളെ, അവർക്ക് വലിയൊരു ഷെയറാ കിട്ടിയിട്ടുള്ളത്. ഏറ്റവും ദുനിയാവിൽ ഇസ്സത്ത്, പ്രതാപം നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒരു കാര്യം, അഭിമാനിക്കാറുള്ള ഒരു കാര്യം. എന്തുണ്ട് എനിക്ക്, എത്ര ബാങ്ക് ബാലൻസ് ഉണ്ട്, എനിക്ക് വലിയ വീടുണ്ട്, കാറുണ്ട്, ഇതൊന്നുമല്ല. എനിക്ക് അള്ളാന്റെ ദീനിനെ കുറിച്ച് എന്തറിയാം. അതാണ് ഖൈറായി പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ദീനിലുള്ള നോളജ് അയാൾക്ക് കൊടുക്കും, ദീനിനെ കുറിച്ചുള്ള ഒരു അറിവ്. എങ്ങനെ നമസ്കരിക്കണം, നമസ്കാരത്തിന് എങ്ങനെ സ്വഫ് നിൽക്കണം, അത്തഹിയാത്ത് തശഹുദ് എങ്ങനെയാണ് ഇരിക്കേണ്ടത്, സുജൂദിൽ എങ്ങനെ കൈവെക്കണം, ഓരോന്നിനെ കുറിച്ചും കൃത്യമായ ഇൽമ് നമുക്ക്. നമ്മളന്ന് പണ്ട് എന്തൊക്കെയോ കേട്ടു പഠിച്ചു, പിന്നെ എന്തൊക്കെയോ ചെയ്തുകൊണ്ട് പോകുന്നു. അതല്ല, മറിച്ച് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പഠിപ്പിച്ചതുപോലെ, സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നതായി കണ്ടു അതുപോലെ നിങ്ങൾ നമസ്കരിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ അത് കേട്ട സ്വഹാബികൾ അപ്രകാരമാണ് അത് ചെയ്തത്. ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ഇരിക്കുന്നതെങ്ങനെ, റുക്കൂഇലെങ്ങനെ, തശഹുദിലെങ്ങനെ, സുജൂദിലെങ്ങനെ, ഏത് കൈകൾ എങ്ങനെ വെച്ചു, ഇതൊക്കെ സഹോദരങ്ങളെ ഹദീസുകളിൽ കൃത്യമായി ഇസ്ലാമിന്റെ വിജ്ഞാനമായി കൊണ്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതറിയാനുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടായിട്ടുണ്ടോ? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമുക്ക് പരലോകത്ത് വിചാരണ ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന നമ്മുടെ കർമ്മങ്ങളും അതുപോലെ തന്നെ അഖീദയും വിശ്വാസവും റബ്ബിനെ കുറിച്ച് എല്ലായിടത്തുമുണ്ട് അല്ലാഹു എന്നുള്ള വിശ്വാസമല്ല നമ്മുടേത്. അതുപോലെ തന്നെ സൂഫിസത്തിലേക്ക് ആളുകളൊക്കെ കടന്നു പോകുന്നത് ഒരു വ്യക്തിയെ എങ്ങനെ പൂജിക്കുന്ന, ആരാധിക്കുന്ന ഒരവസ്ഥയിലേക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അളമത്തും ഖുവ്വത്തും യാതൊന്നും മനസ്സിലാക്കാതെ സൃഷ്ടികളെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു. ലോകം നിയന്ത്രിക്കാൻ പോലും സൃഷ്ടികൾക്ക് സാധിക്കും, അവർക്കതിൽ കഴിവുണ്ട്, അതിലുള്ള വിലായത്തിന്റെ പദവിയിലേക്ക് ആളുകൾ എത്തുന്നുണ്ട് എന്നൊക്കെയുള്ള വികലമായ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്ന ആളുകൾ ബുദ്ധിയുള്ളവരാണ്, ബുദ്ധിജീവികളാണെന്ന് പറയുന്ന മുസ്ലിം ഉമ്മത്തിൽ പോലും ഉണ്ടെന്ന് പറയുമ്പോൾ ഖേദകരമാണ്. നമ്മൾ അറിയണം, റബ്ബിനെ കുറിച്ച് ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വഉലുൽ ഇൽമി വൽ മലായികതു വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. അല്ലാഹ് സാക്ഷിയാണ്, മലക്കുകൾ സാക്ഷിയാണ്, ഇൽമുള്ള ആളുകൾ സാക്ഷിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന്. അതിനുള്ള അറിവ് നമുക്ക് വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ ഇലാഹില്ല എന്ന നമ്മുടെ അടിസ്ഥാനപരമായ നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറ, അത് നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത് സഹോദരങ്ങളെ? അതിന്റെ ഷർത്തുകൾ എന്തൊക്കെയാണ്, അതിന്റെ നിബന്ധനകൾ എന്തൊക്കെയാണ്, ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏറ്റവും മേജറായിക്കൊണ്ടുള്ള പാപങ്ങൾ ഏതൊക്കെയാണ്, ഇതൊക്കെ കുറിച്ച് നമുക്ക് അറിയാം. എത്രയോ ആളുകൾ അറിവില്ലാതെ തെറ്റുകൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക, അറിവ് നേടുക എന്നത് നമ്മുടെ മേൽ നിർബന്ധമായ കാര്യമാണ്. അങ്ങനെ അറിവ് നേടിക്കൊണ്ട് അതിന്റെ മാർഗത്തിൽ ഒരാൾ പ്രവേശിച്ചാൽ, മൻ ഖറജ ഫീ ത്വലബിൽ ഇൽമി ഫഹുവ ഫീ സബീലില്ലാഹ്, അറിവ് അന്വേഷിച്ച ഒരാൾ പുറപ്പെട്ട അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിലാ. അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ആ ഒരു പ്രതിഫലമാണ് സഹോദരങ്ങളെ അറിവ് നേടാൻ വേണ്ടി നമ്മൾ സമയം മാറ്റിവെച്ചാൽ, ഖുർആൻ പഠിക്കാൻ വേണ്ടി, ദീന് പഠിക്കാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിച്ചാൽ. മാത്രമല്ല, വഇന്നൽ മലായികത ലതലഉ അജ്നിഹതഹാ റിളൻ ലിത്വാലിബിൽ ഇൽം, അറിവ് അന്വേഷിക്കുന്ന ആളുകൾക്ക് അവർ ചെയ്യുന്ന കർമ്മത്തിലുള്ള തൃപ്തി കാരണത്താൽ മലക്കുകൾ ചിറക് പിടിച്ചു കൊടുക്കുന്നതാണ്. വഇന്നൽ ആലിമ യസ്തഗ്ഫിറു ലഹു, അറിവ് നേടുന്ന ആളുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ, പാപമോചനം തേടുന്നതാണ്. ആകാശഭൂമികളിലുള്ളതെല്ലാം, ഹത്തൽ ഹൈതാനു ഫീ ജൗഫിൽ മാ, സമുദ്രത്തിലുള്ള മത്സ്യങ്ങൾ വരെ അറിവ് നേടുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് വിലപ്പെട്ട ഒരു കാര്യമാണ്. ഇൽമ് എന്നുള്ളത് അത് വിലപ്പെട്ട, അൽ ഇൽമു ഖൈറും മിനൽ മാൽ, സമ്പത്തിനേക്കാളും ഖൈറായത് ഇൽമാണ്. കാരണം എന്താ? അൽമാലു തഹരിസുഹു, സമ്പത്തിനെ നീ പ്രൊട്ടക്ട് ചെയ്യണം, സംരക്ഷിക്കണം. വൽ ഇൽമു യഹരിസുക, അറിവ് നിന്നെ സംരക്ഷിക്കും. നീ ഒരു കാര്യം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും മുമ്പ് കൃത്യമായ അറിവ്, ഇൽമു നിനക്കുണ്ടെങ്കിൽ നിനക്കത് ശരിയായ രൂപത്തിൽ ചെയ്യാൻ കഴിയും. സമ്പത്ത് നമ്മളിങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കും, അത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് നമ്മൾ പേടിക്കും. എന്നാൽ അറിവ് അങ്ങനെയല്ല, നമ്മൾ എവിടെ പോയാലും അവിടെ ആ ഇൽമ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് അറിവ് നേടണം, അറിവ് പഠിക്കണമെന്നാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്. യുഅ്തൽ ഹിക്മത മൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്കാണ് അത് നൽകുന്നത്. വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ, ആർക്ക് ഇൽമു നൽകപ്പെട്ടുവോ അവൻ ഏറ്റവും വലിയ ഖൈറാണ് നൽകപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, സലുല്ലാഹ ഇൽമൻ നാഫിഅ, ബെനിഫിഷ്യൽ നോളജ് നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണേ. വതഅവ്വസു ബില്ലാഹി മിൻ ഇൽമിൻ ലാ യൻഫ,
യാതൊരു പ്രയോജനവുമില്ലാത്ത അറിവിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് കാവൽ തേടണം, രക്ഷ തേടണം. എത്രയോ വർഷങ്ങൾ പഠിച്ചു, ഒരു ഉപകാരമില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു നന്മയും ചെയ്യാൻ പ്രേരിപ്പിക്കാത്ത അറിവുകൊണ്ട് എന്താ കാര്യമുള്ളത് സഹോദരങ്ങളെ? അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന ഒന്നാമതായി ശറഈയായ ഇൽമു ദീൻ ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവ് നമ്മൾ ഉണ്ടാവണം. എന്നാലേ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുള്ളൂ. ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും അറിവില്ലായ്മയുടെ അപകടം വരുത്തി വെക്കുന്ന വലിയ വിനകൾ എന്താണെന്ന്. കുന്നാ ഫീ സഫരിൻ, ഞങ്ങളൊരു യാത്രയിലായിരുന്നു. ഫഅസാബ റജുലുൻ മിന്നാ ഹജറൻ ഫശജ്ജഹു അലാ റഅസിഹി, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് തലയിൽ കല്ലുകൊണ്ട് മുറിവേറ്റു യാത്ര പോകുന്ന സമയത്ത്. പിന്നീട് അയാൾ ഇഹ്തിലാമായി, അയാൾ സ്വപ്നസ്ഖലനമുണ്ടായി, കുളി നിർബന്ധമായി. അയാൾ ചോദിച്ചു, ഹൽ തജിദൂന ലി റുഖ്സതൻ, എനിക്കൊരു വലിയ എക്സ്ക്യൂസും നിങ്ങൾ കാണുന്നുണ്ടോ? കാരണം മുറിവായിട്ടുണ്ട് തലയിൽ, ഇഹ്തിലാമായി, കുളി നിർബന്ധമായാൽ കുളിക്കണം, വലിയ അശുദ്ധിയായാൽ. അപ്പൊ അവര് പറഞ്ഞു, ലാ നജിദു ലക റുഖ്സ വഅൻത തഖ്ദിറു അലൽ മാ, ഞങ്ങൾ നിങ്ങൾക്ക് ഒരു എക്സ്ക്യൂസും കാണുന്നില്ല, നിങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റുമല്ലോ, വെള്ളം ഉണ്ടല്ലോ ഇവിടെ. അവർ മനസ്സിലാക്കിയത് അങ്ങനെ. അയാൾ കുളിച്ചു. ഫമാത, അക്കാരണത്താൽ അയാൾ മരിച്ചു. യാത്ര കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന് ഈ വിവരം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖതലൂഹു ഖതലഹുമുല്ലാഹ്, നിങ്ങൾ അയാളെ കൊന്നുകളഞ്ഞല്ലോ, വല്ലാത്തൊരു ഗൗരവമേറിയ കാര്യമാണ് നിങ്ങൾ ചെയ്തത്. അല സഅലു ഇദ് ലം യഅലമു, അവർക്കറിയില്ലായിരുന്നെങ്കിൽ അവർക്ക് ചോദിക്കുമായിരുന്നില്ല. ഇന്നമാ ശിഫാഉൽ ഇയ്യ അസ്സുആൽ, അറിവില്ലായ്മയുടെ പരിഹാരം അത് ചോദിക്കലാണ്, അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കലാണ്. ഇന്നമാ കാന യക്ഫീഹി അയ്യതയമ്മമ, അയാൾക്ക് തയമ്മം ചെയ്താൽ മതിയായിരുന്നു. തലയിൽ ഒരു മുറിവ് പറ്റി വെള്ളം ഉപയോഗിച്ചാൽ രോഗം വർദ്ധിക്കുമോ മൂർച്ഛിക്കുമോ എന്ന് പേടിയുണ്ടെങ്കിൽ അയാൾ എന്താക്കേണ്ടതില്ല, കുളിക്കേണ്ടതില്ല, അയാൾക്ക് തയമ്മം ചെയ്താൽ മതി, വലിയ അശുദ്ധിക്ക് പകരമായിക്കൊണ്ടും. അതൊരു മസലയാണ്, ഒരു ഇൽമാണ്. പക്ഷെ അത് ഇവർക്കൊന്നും അറിയില്ല, അവര് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അക്കാരണത്താൽ അയാൾ മരിച്ചു. നോക്കൂ സഹോദരങ്ങളെ, അതാണ് നിങ്ങൾക്കറിയാത്ത ഒരു കാര്യം അത് പറയുക വഴി. അതാണ് സൂറത്തുൽ ഹുജറാത്തിലും നമ്മൾ മനസ്സിലാക്കിയത്, ഇൻജാഅക്കും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു, ആരെങ്കിലും എന്തെങ്കിലും ന്യൂസ് കൊണ്ടുവരുമ്പോഴേക്ക് നിങ്ങൾ അത് എടുത്തു പറയല്ല, അതിന്റെ വേൽ ഡിസിഷൻ എടുക്കുകയല്ല ചെയ്യേണ്ടത്, അത് കൃത്യമായി അന്വേഷിക്കൂ. അറിവില്ലായ്മ കാരണത്താൽ ഒരു വിഭാഗത്തിന് നിങ്ങൾ വിപത്തുണ്ടാക്കരുത്, ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാം പഠിപ്പിക്കുന്നത് ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ, അറിയാത്ത കാര്യങ്ങൾ ചോദിച്ചു പഠിക്കുക എന്നുള്ളതാണ്. അതിന് ക്ഷമ വേണം, സഹനം വേണം, അള്ളാഹുവിന്റെ ദീന് പഠിക്കാനുള്ള മനസ്സ് വേണം. അതാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ പറഞ്ഞത്, അഖീ ലൻ തനാലൽ ഇൽമ ഇല്ലാ ബിസിത്ത, 6 കാര്യങ്ങളില്ലാതെ സഹോദര നിനക്ക് അറിവ് നേടാൻ സാധ്യമല്ല. സഉംബീക അൻ തഫ്സീലിഹാ ബിബയാൻ, അത് ഞാൻ നിനക്ക് വിശദീകരിച്ചു തരാം. ദികാഉം വഹിർസും വജ്തിഹാദും വബുൽഗത്തുൻ വസുഹ്ബത്തു ഉസ്താദിൻ വതൂലു സമാൻ, 6 കാര്യങ്ങൾ എടുത്തു പറഞ്ഞതാ. ഒന്ന്, അതിനുള്ള ബുദ്ധി നിങ്ങൾക്ക് ഉണ്ടാവണം, അറിവ് പഠിക്കാനുള്ള. ബാക്കിയുള്ളതിനൊക്കെ ഉള്ള ബുദ്ധിയുണ്ട്, എങ്ങനെ സമ്പത്ത് ഉണ്ടാക്കാം, ബിസിനസ് മെച്ചപ്പെടുത്താം, അതിനുള്ള ബുദ്ധി നമുക്കുണ്ട്. അറിവ് അന്വേഷിക്കാനുള്ള ഒരു ബുദ്ധി അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്, തലച്ചോറിന് അത് ഹിഫ്ദാക്കാന് മെമ്മറൈസ് ചെയ്യാൻ ഒക്കെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല. ആരും ആലിമുകളായി ജനിക്കുന്നില്ല. അയ്യുഹന്നാസ് തഅല്ലമുൽ ഇൽമ, നിങ്ങൾ അറിവ് പഠിക്കണം. ഇന്നമൽ ഇൽമു ബിതഅല്ലും, അറിവുണ്ടാക്കേണ്ടത് പഠിച്ചിട്ടാണ്. അതാണ് ഇമാം ഷാഫി റഹിമഹുല്ലാ പറഞ്ഞത്. എന്ത്? ഒന്ന്, അതിനുള്ള ബുദ്ധി വേണം, അതുപോലെ ഇൻട്രസ്റ്റ് വേണം, ഹിർസ് വേണം. അതേപോലെ അതിന് കുറച്ച് പണം ചെലവഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ ദൂരം പോയിട്ടോ അല്ലെങ്കിൽ കുറച്ച് സമയം ഇരുന്നിട്ട് അതിന്റെ പണം ചെലവഴിച്ചിട്ടൊക്കെ പഠിക്കേണ്ടി വരും. വസുഹ്ബത്തു ഉസ്താദിൻ, ഉസ്താദിനോട് ചോദിച്ച് കേട്ട് മനസ്സിലാക്കേണ്ടി വരും, പഠിക്കേണ്ടി വരും. വതൂലു സമാൻ, 1-2 ദിവസം മതിയാവില്ല, കുറെ ടൈം എടുക്കും. സഹോദരങ്ങളെ, അങ്ങനെ പഠിക്കുക. മഹാന്മാരായ പണ്ഡിതന്മാര് ഈ ദീന നമുക്ക് എത്തിച്ചു തന്നത് അവരുടെ ജീവിതത്തിൽ വർഷങ്ങൾ കാത്തിരുന്ന് യാത്ര ചെയ്ത് ഇൽമു നേടി ഹദീസുകൾ സ്വീകരിച്ച് അവർ ക്രോഡീകരിച്ച് അതിന്റെ സിഹത്തുകൾ പരിശോധിച്ചു പോയി നമുക്ക് എത്തിച്ചു തന്നിട്ട് നമ്മൾ അതൊക്കെ യാതൊരു നിലയും വരെ നമുക്കില്ല. ഇങ്ങനെയാണ് മൂത്രമൊഴിക്കാൻ വേണ്ടി ഇരിക്കേണ്ടത്, ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഹദീസ് നമ്മൾ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ ഒഴിവാക്കി വിടുക. ലാ തഅകുലു ബിശിമാൽ, ഇടത്തെ കൈ കൊണ്ട് നിങ്ങൾ കുടിക്കരുത്, തിന്നരുത്. ഫഇന്ന ശൈത്താന യഅകുലു വയശ്റബു ബിശിമാലി, ശൈത്താനാണ് ഇടത്തെ കൈ കൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് എന്നൊക്കെ ഹദീസ് കേട്ടിട്ട് പിന്നെയും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം, ഒരു ഭയവും പേടിയൊന്നുമില്ല. സഹോദരങ്ങൾ, അങ്ങനെയല്ല. അറിവ് നേടുക, ആ ഇൽമ് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് അലാ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أيها الناس اتقوا الله عباد الله. സഹോദരങ്ങളെ, അടിസ്ഥാനപരമായി നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ വിശ്വാസ വിധിവിലക്കുകളും കാര്യങ്ങളുമൊക്കെ പഠിക്കാൻ നാം സമയം കണ്ടെത്തണം. തിരക്ക് പിടിച്ച ജീവിതത്തിനിടക്കും അള്ളാഹുവിന്റെ ദീന്, ശറഈയായ ഇൽമ് അത് പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമുക്കിവിടെ ഈ ബാംഗ്ലൂരിന്റെ തിരക്ക് പിടിച്ച ജീവിതത്തിലും എല്ലാ ശനിയാഴ്ചയും 1 മണിക്കൂർ രാവിലെ 7 മണി മുതൽ 8 മണി വരെ വിശുദ്ധ ഖുർആൻ അതിന്റെ ആധികാരികമായ വിശദീകരണത്തോടെ പഠിപ്പിക്കപ്പെടുന്ന ക്ലാസ് നടക്കുന്നുണ്ട്. നമ്മൾ ഒന്ന് ശ്രമിച്ച് ഉദ്ദേശിച്ചുകൊണ്ട് വരികയാണെങ്കിൽ ആ പ്രതിഫലവും നേടിയെടുക്കാനും അതുപോലെ തന്നെ ഇൽമു നേടാനും നമുക്ക് സാധിക്കും എന്നത് ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, കുൻ ആലിമൻ, ഒന്നുകിൽ നീ ഒരു അറിവുള്ള ആളാവുക, ഔ മുതഅല്ലിമൻ, അല്ലെങ്കിൽ നീ പഠിക്കുന്നയാളാവുക, ഔ മുസ്തമിഅൻ, അല്ലെങ്കിൽ നീ കേൾക്കുന്നവനാവുക, ഔ മുഹിബ്ബൻ, അല്ലെങ്കിൽ ഇൽമിനോടുള്ള മഹബ്ബത്ത്, ഒരു ഇഷ്ടം ഉണ്ടാവുക. ഫലാ തകുനിൽ ഖാമിസ് ഫതഹ്ലിക്, അതല്ലാത്തൊരു അഞ്ചാമൻ നീ ആളാവരുത്. ഒരു ഉപകാരമില്ല, അറിവ് നേടാനോ പഠിക്കാനോ കേൾക്കാനോ ഒന്നിനും ഇഷ്ടമില്ലാത്ത ഒരാളായി പോകരുത്. അറിവിനോട് അങ്ങേയറ്റത്തെ ഇഷ്ടം ഉണ്ടാകണമെന്നാണ്. ലൗകാന ഹാദൽ ഇൽമു യഹ്സുലു ബിൽ മുനാ, നമ്മുടെ മോഹങ്ങൾ കൊണ്ട് അറിവുണ്ടാവണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം ഒരാൾക്കും ഇൽമു ലഭിക്കുകയില്ല. അങ്ങനെയായിരുന്നെങ്കിൽ മാ കാന യബ്ഖാ ഫിൽ ബരിയത്തി ജാഹിലു, ഈ ദുനിയാവിൽ ഒരു ജാഹിൽ ഉണ്ടാവില്ല. മോഹങ്ങൾ കൊണ്ട് ആശകൾ കൊണ്ട് ആർക്കെങ്കിലും ഇൽമു കിട്ടുമായിരുന്നെങ്കിൽ ഒരിക്കലും അത് കിട്ടുകയില്ല. നമ്മൾ സമയം ചെലവഴിച്ച് അറിയാൻ വേണ്ടി പരിശ്രമിക്കുക തന്നെ വേണം. അത് സഹോദരങ്ങൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതിനുവേണ്ടി ഒഴിഞ്ഞിരിക്കുക, അറിവ് നേടാൻ വേണ്ടി ഒഴിഞ്ഞിരിക്കുക. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിവായത്ത് ചെയ്ത സ്വഹാബിയാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബ്ദുറഹ്മാൻ ഇബ്നു സുഖർ അദ്ദൗസി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന പള്ളിയിൽ അഹ്ലു സുഫയിൽപ്പെട്ട 10-400ഓളം ആളുകൾ ഉണ്ടായിരുന്നു. വീടും കുടുംബമൊന്നുമില്ലാതെ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കഴിഞ്ഞുകൂടി. അവിടേക്ക് വരുന്ന എന്തെങ്കിലും പാനീയങ്ങളും ഭക്ഷണവും ഒക്കെ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീതിച്ചു കൊടുക്കുകയുണ്ടായി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യഖൂലുൻ നാസ്, ആളുകൾ പറയുന്നു, അക്സർ അബൂ ഹുറൈറ, അബൂ ഹുറൈറ എത്രയോ ഹദീസുകൾ, കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 5374 ഹദീസുകൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു. ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ് നമ്മൾ കേൾക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ലൗലാ ആയത്തുൻ ഫീ കിതാബില്ലാഹി മാ ഹദ്ദസ്തു ഹദീസൻ, അല്ലാഹുവിന്റെ കിതാബിൽ ഒരു ആയത്തില്ലായിരുന്നെങ്കിൽ ഒരു ഹദീസും ഞാൻ പറയുമായിരുന്നില്ല. ഏതാണത്? ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹ് വയൽഅനുഹുമുൽ ലാഇനൂൻ. സൂറത്തുൽ ബഖറയിലെ 169ാമത്തെ ആയത്താണ്. എന്താണത്? ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ, അല്ലാഹ് ഇറക്കിയത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ, ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കാൻ വേണ്ടി അവതരിച്ച സന്മാർഗം അതാരാണ് മറച്ചു വെക്കുന്നത്, മൂടി വെക്കുന്നത്? ജനങ്ങൾക്ക് അല്ലാഹു വിശദീകരിച്ചു കൊടുത്തതിന് ശേഷം അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്. ഉലൈക യൽഅനുഹുമുല്ലാഹ് വയൽഅനുഹുമുൽ ലാഇനൂൻ, ശപിക്കുന്ന എല്ലാവരുടെയും ശാപം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുഹാജിറുകള് മാർക്കറ്റിൽ, അവര് കച്ചവടത്തിൽ, ബിസിനസിൽ ബിസിയായ സമയത്ത്, മുഹാജിറുകൾ അവരുടെ അമലുമായി കൊണ്ട് ബിസിയായപ്പോ പാവങ്ങളായ ഈ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം വിശപ്പ് സഹിച്ചുകൊണ്ട് ഹദീസുകൾ കൂടുതൽ ഹിഫ്ളാക്കുവാനും അത് റിപ്പോർട്ട് ചെയ്യുവാനും സാധിച്ചു എന്ന് സ്വന്തത്തെക്കുറിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അങ്ങനെ മഹാരഥന്മാരായ സ്വഹാബത്ത്, മുൻഗാമികളൊക്കെ തന്നെ സഹോദരങ്ങളെ ഇൽമിനു വേണ്ടി പരിശ്രമിച്ചവരാണ്. അതുകൊണ്ട് ആ മാർഗത്തിൽ നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെറിയ ചെറിയ റിസാലകളുണ്ട് പഠിക്കാൻ, അടിസ്ഥാനപരമായി അറിയേണ്ട കാര്യങ്ങൾ നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുക. ഇന്നത് വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന യുവതലമുറ, അതുപോലെ തന്നെ വിശ്വാസ രംഗത്ത് നിന്ന് വ്യതിചലിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നേർമാർഗം കാണിക്കാൻ നമുക്ക് സാധിക്കണം. ഖുതുബ കേൾക്കുന്ന, ദീൻ അറിയുന്ന, പഠിക്കുന്ന ഇസ്ലാമിന്റെ ആളുകളാണെന്ന് പറയുന്ന നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. റബ്ബിനെ കുറിച്ച് ഒരു അറാബി, കാട്ടറബി വന്ന് റബ്ബിന്റെ മഹത്വം ബോധ്യപ്പെടുത്തി കൊടുത്തത് എങ്ങനെയാണ്? അതെ, മരുഭൂമിയിലൂടെ നടന്നു പോകുന്ന ഒട്ടകങ്ങളുടെ കാൽപ്പാടുകൾ കണ്ടെങ്കിൽ അവിടെ ഒട്ടകം
പോയിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നെങ്കിൽ ആകാശഭൂമികളുടെ ഈ സൃഷ്ടിപ്പ് കണ്ട് അതിന് പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്ന് ബോധ്യപ്പെടാൻ ആർക്കാണ് സാധിക്കാത്തത് എന്ന് പറഞ്ഞ ഒരു വിവരമില്ലാത്ത അറാബി. നോക്കൂ സഹോദരങ്ങളെ, ഇങ്ങനെ എത്ര ഇൽമ പഠിക്കാനും അറിയാനും വേണ്ടി തിരിഞ്ഞാൽ സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന്റെ മനസ്സുകൾ വിശാലമാക്കി തരും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബെനിഫിറ്റ് ആയിട്ടുണ്ടാവും. അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമ നേടാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നേടിയ ഇൽമ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രയോജനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا توفنا مسلمين والحقنا بالصالحين اللهم انا نسالك علما نافعا ورزقا طيبا وعملا متقبلا اللهم لا تدع لنا ذنبا الا غفرته ولا دينا الا قضيته ولا ميتا إلا رحمته ولا مريضا إلا شفيته ولا بلاء إلا رفعته يا أرحم الراحمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين قوموا إلى صلاتكم.